മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 24-ന് ഞായറാഴ്ചയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയെ നേടാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന് കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. കാരണം ആദ്യപാദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തോൽവിയായിരുന്നു മുംബൈ സിറ്റി FCക്കെതിരെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും മുംബൈ സിറ്റി FC താരങ്ങളും വളരെ വലിയ വാക്ക് തർക്കങ്ങളിലേക്കൊക്കെ ഈയിടെ മത്സരത്തിൽ പോയിട്ടുമുണ്ടായിരുന്നു. അതിനുള്ള പകരം വീട്ടിൽ തന്നെയാകും കൊച്ചിയിൽ കാണാൻ സാധിക്കുക. ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മികച്ച 11 തന്നെ മുംബൈ സിറ്റി FCക്കെതിരെ ഇറക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FCയുമായുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും. ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ലെസ്കോവിക്ക് ആദ്യ 11-ൽ മടങ്ങി വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലെസ്കോവിക്കിനോടൊപ്പം ഹോർമിപ്പാമും ഉണ്ടാകും. റൈറ്റ് ബാക്കിൽ പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും ഉണ്ടാകും. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖ് കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ മൂലം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും മുംബൈ സിറ്റി FCക്കെതിരെ ഡാനിഷ് ഫറൂഖ് ആദ്യ 11-ൽ ഉണ്ടാകും. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ 2 വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് ഡൈസുക്കി സക്കായിയും അതുപോലെ തന്നെ മുഹമ്മദ് ഐമനും ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ ഗോൾ അടിക്കാനായിക്കൊണ്ട് ദിമിത്രോസും ഗാന താരമായ കോമി പേപ്പറയും ഉണ്ടാകും. ഏതായാലും ഇങ്ങനെയൊരു ലൈനപ്പുമായിട്ടാകും ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCക്കെതിരെ ഇറങ്ങാൻ പോസിബിലിറ്റീസ് കാണുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FCയുമായുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.